നിങ്ങളുടെ ഏത് ചാനലാണ്? നിങ്ങൾ നോണ പറയുന്ന ചാനലാണ്. ഒരു നാണമില്ലാത്തൊരു ചാനലാ. ഇന്നാ മതി അവിടെ. ചോദിക്കരുത്. നിങ്ങളിങ്ങനെ നോണ പ്രചരിപ്പിക്കരുത്. പിന്നെ തിരുവനന്തപുരത്തെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് BJPക്ക് അകത്തും പുറത്തും വലിയ രാഷ്ട്രീയ വിവാദമാണ് ഉയരുന്നത്. അനിലിന്റെ ആത്മഹത്യ രാജീവ് ചന്ദ്രശേഖരനെ അടിക്കാനുള്ള വടിയായി ഒരു വിഭാഗം BJP നേതാക്കൾ ഇതിനകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുമല അനിലിന്റെ ഭൗതികദേഹമായി ബന്ധപ്പെട്ട് അവിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് BJPയുടെ പ്രാദേശിക പ്രവർത്തകരാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു നിലവാരവുമില്ലാത്ത, ഒരു നിലപാടുമില്ലാത്ത ആളാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ കോപ്രായം. തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാക്കുറിപ്പിലെ പോലീസ് കണ്ടെത്തലിനെ കുറിച്ചുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചു. തിരുവനന്തപുരത്തെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് രാജീവ് ചന്ദ്രശേഖരനോട് ചോദ്യം ഉന്നയിച്ചത്. ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയോട് നീ മിണ്ടരുത്, നീ മിണ്ടാതെ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. മാധ്യമ പ്രവർത്തകയെ അപമാനിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന രാഷ്ട്രീയമറിയാത്ത വ്യക്തിക്ക് ആരാണ് അവകാശം നൽകിയത് എന്നൊരു ചോദ്യം ഇപ്പോൾ കേരളം ഒന്നാകെ ചോദിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിക്കാൻ ആരാണ് രാജീവ് ചന്ദ്രശേഖർ? BJPയുടെ മറ്റു നേതാക്കന്മാർ മറുപടി പറയണം. V മുരളീധരനും K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കന്മാർ ഇതിൽ മറുപടി പറയണം. വനിതാ നവോത്ഥാനമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ വനിതകൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം സമരം നടത്തുന്ന ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ പേക്കൂത്തിനെതിരെ മറുപടി പറയണം. രാജീവ് ചന്ദ്രശേഖർ തികഞ്ഞ ധിക്കാരമാണ് അവിടെ കാണിച്ചത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ച അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ചോദ്യം ചോദിച്ച വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച് ജനാധിപത്യ കേരളത്തിൽ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് രാജീവ് ചന്ദ്രശേഖർ കരുതണ്ട. നേരത്തെ സമാനമായ രൂപത്തിൽ BJPയുടെ MP സുരേഷ് ഗോപി ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ കോഴിക്കോട് വെച്ച് ഇതേ രൂപത്തിൽ അപമാനിച്ചിരുന്നു. ഇന്ന് സുരേഷ് ഗോപിയുടെ പ്രേതം രാജീവ് ചന്ദ്രശേഖരിൽ പിടികൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനിതാ മാധ്യമ പ്രവർത്തക ഏത് മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നതിലല്ല കാര്യം. അവർക്ക് ഇഷ്ടമുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യാം. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അവർ ചോദിച്ചൊരു അശ്ലീല ചോദ്യമല്ല രാജീവ് ചന്ദ്രശേഖർ. അവർ ചോദിച്ചത് താങ്കളുടെ ഒരു സഹപ്രവർത്തകൻ, താങ്കളുടെ പാർട്ടിയുടെ ഒരു കൗൺസിലർ തന്റെ ജീവിതം മതിയാക്കി ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ താങ്കളുടെ പാർട്ടിക്കെതിരെ അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചാണ് ആ വനിതാ മാധ്യമ പ്രവർത്തക നട്ടെല്ല് നിവർത്തി തന്റെ ഇടത്തോടെ താങ്കളോട് ചോദിച്ചത്. എന്നാൽ ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത, ആ ചോദ്യം ദഹിക്കാത്ത രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മൂക്കാതെ പഴുത്ത രാഷ്ട്രീയക്കാരൻ ആ വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിക്കാനാണ് നോക്കിയത്. ഇത്തരം രാഷ്ട്രീയ പുഴുക്കുത്തുകളെ BJP രാഷ്ട്രീയത്തിൽ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച BJP നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ പോയി ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ആ വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒറ്റവരി പ്രതിഷേധക്കുറിപ്പ് എഴുതാൻ മഹിളാ മോർച്ച തയ്യാറാകുമോ? അവർക്കെതിരെ ഈ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകുമോ? വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു നേതാക്കന്മാർ തയ്യാറാകുമോ? നിങ്ങൾ തയ്യാറാകില്ല എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരനെ ചേർത്ത് പിടിക്കുമെന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം. കാരണം സ്ത്രീ വിരുദ്ധതയാണ് നിങ്ങളുടെ മുഖമുദ്ര എന്ന് നിങ്ങൾ നിരവധി തവണ തെളിയിച്ചതാണ്. അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾക്ക് പുതുമയില്ല. പക്ഷേ സാക്ഷര കേരളം നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച് മുന്നോട്ട് പോകാമെന്ന് രാജീവ് ചന്ദ്രശേഖർ കരുതരുത്. കാരണം മാധ്യമ പ്രവർത്തകയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് നിങ്ങൾ കരുതേണ്ട. മാധ്യമ പ്രവർത്തക സധൈര്യം ജോലി ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങളെപ്പോലെയുള്ള ആളുകളെ രാഷ്ട്രീയം നോക്കി വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ കൃത്യമായ പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും പണിയണി തീർക്കാൻ കേരളീയ സമൂഹം മുന്നിലുണ്ടാകുമെന്ന കാര്യം രാജീവ് ചന്ദ്രശേഖരൻ ഓർത്താൽ നല്ലതാണ്.